Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. രാവിലെ നേരത്തെ എണീക്കുന്ന ശീലമൊന്നും പണ്ടേ ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 10 മണിയായിട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. എണീറ്റ് പാടെ എനിക്ക് കുറച്ചു നേരം വെറുതെ ഇരിക്കും. എന്റെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് നമ്മൾ എപ്പോൾ എണീക്കുന്നു എന്നതിലല്ല കാര്യം, എണീറ്റ് പാടെ ബെഡ് എങ്ങനെ ഇരിക്കുന്നു എന്നതിലാണ്. അല്ലാതെ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ബെഡ് ഇരിക്കല്ല. സോ ദിസ് ഈസ് മൈ പീസ് ഏരിയ. ഒരു ചെറിയ റൂം ഡെക്കോർ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു ഫീഡ് ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഞാൻ തപ്പിക്കൊണ്ടിരിക്കാട്ടോ. എന്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് എണീറ്റ് പാടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊന്നും കൂടെ വായിച്ചിട്ട് എനിക്ക് ഇന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. എനിക്ക് ഇന്നെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ. സോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം അടുപ്പിച്ച് ഹോസ്റ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ആകെ റൂട്ടീൻ മൊത്തം തെറ്റിയല്ലോ. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ മടിയൊക്കെ മാറി ഒന്ന് റിഫ്രഷ് ആയി ആ ഒരു രീതിയിൽ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പൊ ഫേസ് വാഷ് മുഖത്തിടാണെങ്കിൽ വെല്ലുമ്മച്ചിന്റെ വിചാരം ഞാൻ കുളിക്കാൻ പോവാ. സാധാരണ സോപ്പ് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോവാണെന്നാണല്ലോ അർത്ഥം. വെല്ലുമ്മച്ചിന്റെ മൈൻഡ് അതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറച്ച് സംസാരിച്ചു. പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. ഈ ഒരു ഏരിയയിലോട്ട് എനിക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ മെല്ലെ കയറുള്ളൂ. പോയി നോക്കിയപ്പം പുട്ടുണ്ട്, ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഫ്രഷ് കടലക്കറി ഉണ്ട്. എനിക്ക് ഈ പുട്ടും കടലക്കാളും കോമ്പിനേഷൻ ആയിട്ട് തോന്നല് പുട്ടും ചിക്കൻ കറി. അപ്പൊ തലേന്നത്താണെങ്കിൽ എനിക്ക് അതാണ് സത്യം പറയാലോ. ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ഇങ്ങനെ നിങ്ങളോട് പറയാന്ന് എനിക്ക് അറിയില്ല. പിന്നെ കട്ടൻ ചായ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് എടുക്കലില്ല. പിന്നെ വെല്ലുമ്മച്ച് കൊണ്ടു തന്നതുകൊണ്ട് കുടിച്ചതാട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്നലെ ഫേസിൽ ഞാൻ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുത്തതുകൊണ്ട് തന്നെ എന്റെ ഫേസ് മൊത്തം നല്ല ബൾജായിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ഐസ് റോളർ ഒക്കെ വെച്ചിട്ട് ഫേസ് മൊത്തം ഒന്ന് മസാജ് ചെയ്തെടുക്കാം. അതൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഒരു ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഇംഗ്ലീഷ് അറിയാത്ത പ്രശ്നമല്ല, കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ഒറ്റ മലയാളി ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയും, ചോദിക്കും. ഞാൻ അങ്ങനെ ആകാശത്തോട്ട് നോക്കി. പിന്നെ അവിടെ ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നു. പക്ഷേ ഇനി ഭാവിയിലോട്ട് ഒരുപാട് ഇന്റർവ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഇംഗ്ലീഷ് കൊണ്ട് എന്റെ കാര്യങ്ങളൊന്നും നടക്കും നിങ്ങൾക്ക് തോന്നണില്ല. സോ ഞാൻ ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ എന്നുള്ള ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. സംഭവം ഓൺലൈൻ ക്ലാസ് ആട്ടോ. 1ാം ക്ലാസ് മുതൽ ഏറ്റവും വയസ്സായവർക്ക് വരെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലാസ്. ഇത് നോർമൽ ക്ലാസ്സസ് പോലല്ല കേട്ടോ. നമ്മളിപ്പോ എൻക്വയർ ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ലെവൽ ഏതാണെന്ന് നമുക്കും അവർക്കും മനസ്സിലായ ശേഷം അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാ. ചില ഫാക്കൽറ്റീസും ട്യൂട്ടേഴ്സും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂർ പോണത് അറിയില്ല. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പം കുറെ വട്ടമൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ കസ്റ്റമൈസ് ആയിട്ട് ക്ലാസ് ഉണ്ട്. നോർമൽ ഗ്രാമർ ക്ലാസ്സസ് ഒന്നും അല്ല കേട്ടോ. സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസും നമുക്ക് സ്പീക്കിംഗ് ചെയ്യാനുള്ള പ്രാക്ടീസസ് ഒക്കെ. ഇനി അതല്ല, നമുക്ക് ഓൾറെഡി കേട്ട ക്ലാസ് ഒന്നുകൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആട്ടോ. അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഇവിടെ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. നിങ്ങളൊന്ന് എൻക്വയറി ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു പണിയില്ലാത്ത സ്ഥിതിക്ക് ഞാനും ഒരു കസിനും കൂടി എവിടേക്കെങ്കിലും പോവാന്ന് വിചാരിച്ചു. നല്ല മഴ ആണ്, പക്ഷെ ഞങ്ങൾ പോണെന്ന് വിചാരിച്ച സ്ഥിതിക്ക് ഇനി പോയേ തീരൂ. എങ്ങോട്ടാ പോണേ? ലോങ് ട്രിപ്പ്. ഈ വണ്ടി ലോങ് ട്രിപ്പോ? എങ്ങോട്ടാ എവിടുക്കാന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ട് ആദ്യം വിചാരിച്ച എന്തെങ്കിലും കഫേയിൽ പോവാന്ന്. പിന്നെ എനിക്ക് ഓൾറെഡി കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും മോളിലോ നെസ്റ്റോലോ അങ്ങനെ എന്തെങ്കിലും പോവാൻ. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സ്പെക്സ് ആട്ടോ. അതിന്റെ മോഡൽ ഇട്ടപ്പോ രസമുണ്ട്. ഞാൻ ഇട്ടപ്പോ എന്തോ ആയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ അധികം ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മോളിലോട്ടാ പോകും. ഐഫോൺ ഒന്നും വാങ്ങിയില്ലെങ്കിലും കറന്റ് ഐഫോൺ പ്രൈസ് എത്രന്ന് അറിഞ്ഞില്ലെങ്കിലും ഒരു സമാധാനമൊക്കെ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഒരു തുർക്കിഷ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് അയാളെടുത്തോട്ട് പൈസ കൊടുക്കണത് നമ്മളാണെങ്കിലും അയാൾ പറയുന്ന പോലെ കാര്യം. പക്ഷെ നല്ല രസമാണ് കേട്ടോ. എല്ലാരും അങ്ങനെ കണ്ടപ്പോ ഒരു ആഗ്രഹം ഉണ്ട്. അങ്ങനെ അതെന്തായാലും ആഗ്രഹം തീർന്നു. അതിന് ആ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോ അവിടെ തന്നെ വർക്ക് ചെയ്യണേ എന്റെ ഒരു കസിൻ ഉണ്ട്. അപ്പൊ ഓനെയും കണ്ട് ഓനോടൊന്ന് സംസാരിച്ച് അതിന്റെ കൂട്ടത്തിലൊരു ചിക്കനൊക്കെ കഴിച്ച് ഇതിന്റെ എവർ ഫേവറേറ്റ്, ഞാൻ എപ്പോ പോപ്പേഴ്സിൽ പോയി കഴിഞ്ഞാലും കഴിക്കുന്ന ഒരു സാധനം. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ബാംഗ്ലൂരിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും എനിക്ക് ഇത് വേണം. അങ്ങനെ ഏകദേശം അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഒരു ചായയും കല്ലുമക്കായും എക്സ്ട്രാ വാങ്ങി. ചായ സംഭവമാണെങ്കിലും സത്യം പറയാല ആ കടുക്ക നിറച്ചതില്ല, അതിൽ ഒരു കടുക്ക ഉണ്ടാവും, ചിലപ്പോ ഒരു കടുക്ക പോലും ഉണ്ടാവും. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാ, പിന്നെ അത് വിടാന്ന് വിചാരിച്ച്. ബൈ ഇതാണ് എന്റെ ലാസ്റ്റത്തെ ചീറ്റ്. ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. സോ കുറച്ച് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ വന്നതാട്ടോ. ഇനി പുതിയ വന്ന
ആകുമ്പോഴത്തേനും ഞാൻ ഫുള്ളായിട്ട് ഷുഗർ കട്ട് ചെയ്ത് പോരാത്തതിന് ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു പ്രോപ്പറായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു മന്ത് വിഷ് എന്നൊക്കെ പറയില്ല. അതിന് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ബില്ലൊക്കെ ചെയ്തു നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ.